സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ്. ദോശ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, പക്ഷേ ഇതൊരു പ്രത്യേക തരം ദോശയാണ്. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദോശ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തിയാണ്. ഇതിന് കറിയോ ബാക്കിയുള്ളതൊന്നും വേണ്ട, അല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ ദോശയുടെ ബാറ്റർ, അതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചേർക്കണമെന്നറിയാമോ? റാഗിയുടെ പൗഡറാണ് ഇത്. പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ഞിപ്പുല്ലെന്ന് പറയും, റാഗി എന്ന് പറയും, വേറെ എന്തൊക്കെയോ ഉണ്ട്, എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ അല്ലേ. അത് ഒരു 3-4 ടീസ്പൂൺ എടുക്കുക. നിങ്ങൾ എടുക്കണം ഇഡ്ഡലിപ്പൊടിയുടെ അനുസരിച്ചിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ നിറച്ച് ഈ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ദോശയുടെ ബാറ്റർ കുറേശ്ശെ ഒഴിച്ച് ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശയുടെ മാവിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് കുതിർത്തിയിട്ട് അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പക്ഷേ അങ്ങനെ ചേർക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ആക്കി വെച്ചേക്കാണ്. ഇതിന് നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഇതേ നാളെ നേരം വെളുത്ത് തുറന്ന് നോക്കുമ്പോൾ ഈ പരുവത്തിലായി നല്ലപോലെ അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് കോരി ഒഴിക്കരുത് കേട്ടോ, കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് പല സാധനങ്ങളും വേറെ ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഇച്ചിരി കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാനൊരു ചെറിയ ദോശ ഉണ്ടാക്കുകയാണ്. ഇതെൻ്റെ കൊച്ചുമോന് സ്കൂളിൽ കൊടുത്തുവിടാൻ ടിഫിൻ ബോക്സിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ അത് ഒന്നങ്ങ് നന്നായിട്ട് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ബട്ടർ അങ്ങ് തടവി കൊടുക്കും. അവന് ബാക്കിയുള്ള സാധനങ്ങളൊന്നും അതായത് ഡയറി പ്രൊഡക്ട്സ് ഒന്നും വേറെ കൊടുത്തുവിടാൻ പാടില്ല സ്കൂളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ബട്ടർ മാത്രം ഞാൻ ഇച്ചിരി ഒന്ന് ചേർക്കുകയാണ്. അതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കോവയ്ക്ക. അത് ഇതിൻ്റെ അകത്തേക്ക് കോവയ്ക്ക നേരത്തെ കറി വെച്ചിരുന്നതാണ് കേട്ടോ. ആ കറി വെച്ചിരുന്നത് അതിൻ്റെ അകത്തേക്ക് വെച്ച് നല്ല പോലെ ഒന്ന് റോൾ ചെയ്യും. റോൾ ചെയ്തിട്ട് ഞാൻ ടിഫിൻ്റെ അകത്തേക്ക് കൊടുത്തു വിടും. അപ്പോൾ ടിഫിൻ്റെ അകത്തേക്ക് കൊടുത്തു വിടുമ്പോൾ 2 വെജും 2 ഫ്രൂട്ട്സും ഒരു സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ ദോശയും കൂടിയാണ് കൊടുത്തു വിടുന്നത്. അത് ഇന്നിപ്പോൾ കുറച്ച് ദിവസം സമയ ക്ലാസ് ഉള്ളൂ, അതുകൊണ്ട് ഒരു ടിഫിൻ മതി, അല്ലെങ്കിൽ 2 ടിഫിനാണ് സാധാരണ കൊടുത്തു വിടണത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മൾക്ക് ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, മീഡിയം ടു ഹൈയിലേക്ക് വയ്ക്കാം. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇത് ഒഴിക്കുന്നതിന് മുമ്പ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ കത്ത് പിടിച്ച് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് നല്ലപോലെ നമുക്ക് തിന്നായിട്ടങ്ങ് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അതുപോലെ നിങ്ങൾ പരത്തിക്കോ. അതിനെക്കുറിച്ച് നിങ്ങൾ വറിയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇച്ചിരി കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് നമ്മൾ വേറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ദോശയൊന്ന് വെന്ത് വരുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മൾ നല്ലപോലെ ഇച്ചിരി ബട്ടർ അങ്ങ് തേച്ച് കൊടുക്കണം. അതിലേക്ക് നല്ലപോലെ ബട്ടർ അങ്ങ് തേച്ച് പിടിപ്പിക്കണം. കാരണം ആ ബട്ടറിൻ്റെ ടേസ്റ്റ് മുമ്പോട്ടേക്ക് നിൽക്കണം, എന്നാലേ ഇതിന് ഒരു രുചി ഉണ്ടാവുള്ളൂ. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, അതിൻ്റെ അകത്തേക്ക് ഒരു ഇച്ചിരി കെച്ചപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ്. അതിൻ്റെ മീതിയായിട്ട് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് തക്കാളി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ചട്നി, അതായത് ദോശയുടെയൊക്കെ പൊടിയില്ലേ, ദോശപ്പൊടി സാധാരണ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് നോക്കിയാൽ മതി. ദോശപ്പൊടിയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കയ്യിലുള്ളത് കൊണ്ടും കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇടുന്നതാണ് കേട്ടോ. ഇനി ഞാൻ പനീർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേവിച്ചിട്ടൊന്നുമില്ല, നേരിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. അത് മതിയാവും, കാരണം ഈ ചൂടിൽ കിടന്നത് വേഗം വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ചേർക്കണം എന്താണെന്നറിയാമോ, ചീസ്. ഇത് നല്ലൊരു ടേസ്റ്റ് തന്നെ സാധനമാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ചീസ് ഒരുപാട് ചേർക്കണ്ട കേട്ടോ, ഒരു മീതലത്തെ ഒരു ലെയറിന് വേണ്ടിയിട്ട്. പിന്നെ ചേർക്കണത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയൊക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ. നമുക്ക് ഒരാവശ്യത്തിന് ഓടിച്ചെന്ന് നമുക്ക് ചിലപ്പോൾ മല്ലിയില കയ്യിൽ കിട്ടിയെന്നിരിക്കില്ല, അതുകൊണ്ട് ഫ്രീസറിൽ നിന്ന് എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, മുളകിന് പ്രശ്നമില്ലാത്തവർ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തോ, അത് നല്ലത്. ഇനി കാണാനൊരു ഭംഗിക്കും അതുപോലെ തന്നെ ഒരു ഇച്ചിരി എരിവിന് വേണ്ടിയിട്ടും ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇച്ചിരി അതിൻ്റെ മീതി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മീതേക്ക് ഒരു ഇച്ചിരിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുക്കുക, അതായത് ഓയിൽ മീൻസ് ബട്ടർ. അതിനുശേഷം ഇത് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് മടക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ മടക്കാം. 2ആയിട്ട് മടക്കിയോ 3ആയിട്ട് മടക്കിയോ അല്ലെങ്കിൽ തെറുത്തെടുക്കുകയോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഇത് നമ്മളുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കറിയും വേണ്ട, ഒന്നും വേണ്ട. ഇത് ഡയറക്റ്റ് ഇങ്ങനെ അങ്ങ് കഴിച്ചാൽ മതി.
നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. കാരണം നമ്മൾ ഈ പച്ചരി കൊണ്ട് തന്നെയൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തിന് കൊള്ളില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, മുഴുവൻ പച്ചരി മാറ്റാൻ ഞാൻ പറയണില്ല, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ പഞ്ഞിപ്പുല്ലെന്ന് പറയുന്ന സംഭവം ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഇതിനിപ്പോൾ ഇന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് കാലത്തോ ഉച്ചയ്ക്കോ വൈകുന്നേരം ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെയല്ല, ഇപ്പോൾ ടിഫിൻ കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ആൾക്കാർക്ക് കേട്ടോ ടിഫിൻ കൊണ്ടുപോകാനും ഇത് വളരെ നല്ലൊരു സാധനമാണ്. ഇപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് നിങ്ങൾക്ക് ഈ പനീർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും അതിനെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇപ്പോൾ നമ്മളിതിൻ്റെ മീതയിലേക്ക് ചേർത്തേക്കണ ആ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊരു പാനിലിട്ട് ഒന്നങ്ങ് ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നേരം വെളുത്ത് അത് അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ കെച്ചപ്പും കൂടുതൽ മുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഓറഞ്ച് കളറിൽ കിട്ടും. അല്ല മുളക് പൊടി നമുക്ക് വേണ്ട, കെച്ചപ്പ് വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ദോശ നമുക്ക് ഒരു ലൈറ്റ് യെല്ലോ കളറിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട. വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാൽസ് പ്ലേറ്റ്.